VC നിയമനത്തിൽ സുപ്രീം കോടതിക്കെതിരെ ഗവർണർ സെർച്ച് കമ്മിറ്റിയെ വെച്ച് കോടതി VCയെ തീരുമാനിക്കുന്നത് ശരിയല്ല. VCയെ നിയമിക്കാൻ അധികാരം ചാൻസലർക്കാണ്. എന്നാൽ ഇപ്പോൾ കോടതി ഇത് പരിഗണിക്കുന്നില്ലെന്നും ഇത് ശരിയല്ലെന്നും ഗവർണർ പറഞ്ഞു. When now here in our Kerala, the university matters are always being discussed everywhere. Kannur judgment is everywhere. Everybody knows what the judgment was. There were 3 judges sitting there, and they delivered a judgment. And it honors that UGC has its right. It honors that the chancellor has his own right to select the vice chancellors. But after some time, the very same provisions are being ignored by the judges, by the Supreme Court. Very same provisions. And the court appoints a search committee. For what? Search committee is to be appointed by the chancellor. And in Kannur judgment, they accepted this. But later on, you have to follow now this. So where are even if the act in our Kerala, University Act says that it is to be appointed and done by the chancellor, court says no, we will do it. Even UGC says it is to be done by the chancellor, court says no, we will do it. This trend itself is not correct. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ നൃപൻ ചക്രവർത്തി ചേരുന്നു. നൃപൻ, ഇവിടെ ഭരണഘടനാ സ്ഥാപനമായ ഗവർണർ എന്ന പദവിക്കെതിരെ അല്ല സുപ്രീം കോടതിയുടെ ഇടപെടൽ. സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഒരു വൈസ് ചാൻസലർ, ആ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ മുഖ്യമന്ത്രി ഒരു പട്ടിക നൽകുമ്പോൾ അതിനെതിരെ ഗവർണർ നിലപാടെടുക്കുമ്പോൾ സുപ്രീം കോടതി ഇടപെടേണ്ടി വരുന്നു. രാജ്യത്തെ നിയമവ്യവസ്ഥ, പരമോന്നത കോടതി ഇങ്ങനെ ഇടപെടുമ്പോൾ ആ കോടതിയെ കൂടി വെല്ലുവിളിക്കുകയാണ് ഗവർണർ. അതല്ലേ നടക്കുന്നത്? തീർച്ചയായും സർക്കാർ നേരത്തെ തന്നെ പലതവണ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഇക്കാര്യത്തിൽ ഗവർണർ രാഷ്ട്രീയപരമായ ഇടപെടൽ നടത്തുന്നു. ഗവർണർ പദവിയിൽ നിന്നുകൊണ്ട് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെല്ലാം ഗവർണർ പാലിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനമാണ് സർക്കാർ പലവരും മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, ഇപ്പോൾ കോടതി നടപടിയെ സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് വന്നപ്പോൾ സർക്കാർ സമീപനമാണ് സ്വീകരിച്ചത്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആ സമീപനങ്ങളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ സന്നദ്ധമാണ് എന്നതാണ്. പക്ഷേ ഗവർണർ ഇപ്പോൾ അത് ധിക്കരിക്കുക എന്ന് മാത്രമല്ല, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഇപ്പോൾ കോടതിയെ വിമർശിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഇക്കാര്യത്തിൽ VCയെ നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്കാണ്. കോടതി പറഞ്ഞിട്ട് പോലും ആ നിലപാട് ഇപ്പോൾ ഗവർണർ സ്വീകരിക്കുന്നു. UGC ചട്ടവും കണ്ണൂർ VC കേസിലെ കോടതി വിധിയുമാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ ഉദ്ധരിക്കുന്നത്. പക്ഷേ അവസാനം ഉണ്ടായിട്ടുള്ള കോടതി ഉത്തരവിന്റെ കാര്യത്തിൽ അല്ല, പഴയ അതായത് ഇപ്പോൾ വന്ന കോടതി ഉത്തരവ് തെറ്റാണ് എന്ന് സ്ഥാപിക്കാനാണ് ആദരണീയനായ ഗവർണർ ശ്രമിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കോടതി ഇത് പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നു. ഇത് ശരിയല്ലെന്നാണ് ഗവർണറുടെ നിലപാട്. സെർച്ച് കമ്മിറ്റിയെ വെച്ച് കോടതി VCയെ തീരുമാനിക്കുന്നത് ശരിയല്ല. കോടതി ഇക്കാര്യത്തിൽ ഇടപെടരുത്. മാത്രമല്ല, ആ കോടതികൾ എന്താണ് തീരുമാനിക്കേണ്ടത് എന്ന കാര്യം കൂടി ഗവർണർ ഇക്കാര്യത്തിൽ പറയുന്നു. അതാണ് യഥോ ധർമ്മസ്തോ ജയ. ഇതാകണം കോടതി, അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് കോടതിയുടെ തീരുമാനം എന്താകണമെന്ന് സംസ്ഥാനത്തെ ഒരു ഗവർണർ പറയുകയാണ്. ഗവർണർ കോടതി ഉത്തരവ് ഇങ്ങനെ ആയിരിക്കണം എന്ന് ആ കോടതി ഉത്തരവിനെ തിരുത്തി ഇങ്ങനെ തീരുമാനമെടുക്കണമെന്ന കാര്യം യഥോ ധർമ്മസ്തോ ജയ, ഇതാവണം കോടതി എന്ന തരത്തിൽ നിലപാട് സ്വീകരിക്കുന്നു. നേരത്തെ തന്നെ സർക്കാർ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ യൂണിവേഴ്സിറ്റികളുടെ സ്വയംഭരണാവകാശത്തിൽ ഗവർണർമാർ നേരത്തെ ഇരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും ഇപ്പോഴത്തെ അർലേക്കറും സ്വീകരിക്കുന്ന നടപടികളെ സംബന്ധിച്ച് ഭരണഘടനാപരമായ വിമർശനമാണ് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നിയമ വകുപ്പ് മന്ത്രിയൊക്കെ തന്നെ തുടർച്ചയായി നടത്തിയത്. പക്ഷേ ഗവർണർമാർ നടത്തുന്ന രാഷ്ട്രീയ അധികാര പ്രക്രിയയായി ഈ സംഭവങ്ങളെല്ലാം മാറുന്നു എന്നതാണ് ഗവർണർ ഇങ്ങനെ പരസ്യമായി കോടതി ഉത്തരവിനെ അടക്കം വിമർശിക്കുന്നു. ഈ കോടതി ഉത്തരവ് ശരിയല്ലെന്ന് മാത്രമല്ല, ചാൻസലർമാരെ തീരുമാനിക്കാനുള്ള VCമാരെ തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അധികാരം ചാൻസലർമാർക്കാണ്, ഗവർണർക്കാണ് എന്ന തരത്തിലുള്ള നിലപാടാണ് ഇപ്പോൾ ഗവർണർ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഒരു പൊതുചടങ്ങിലാണ് ഇത്തരത്തിലൊരു പരാമർശം അല്പം മുമ്പ് തിരുവനന്തപുരത്ത് നടത്തിയത്. നൃപൻ, ഈ മറ്റ് ചില സാഹചര്യങ്ങൾ കൂടി പറഞ്ഞു പോകേണ്ടി വരും. കാരണം ഒരു വലിയ തർക്കമുണ്ടായപ്പോൾ സുപ്രീം കോടതി തന്നെ സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞു. അപ്പോഴും കടുംപിടുത്തമാണ് ഗവർണർ തുടരുകയും ചാൻസലറായ ഗവർണർ തുടരുകയും ചെയ്തത്.
ആ സാഹചര്യത്തിൽ പിന്നീട് സുപ്രീം കോടതി തന്നെ തീരുമാനമെടുക്കുകയായിരുന്നു. ഒരു പേര് നൽകൂ, സുപ്രീം കോടതി തീരുമാനിച്ചുകൊള്ളാം. രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയാണ് ഇത്. ഇത്തരത്തിലൊരു ഭരണഘടനാ സ്ഥാപനം ആയ ഗവർണർ, ചാൻസലർ പദവി വഹിക്കുന്ന ഗവർണറും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും തമ്മിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കേണ്ട സുപ്രീം കോടതിയാണ്. ഇവിടെ വേറൊരു കാര്യം കൂടി പരാമർശിച്ചു പോകേണ്ടതുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഈ പ്രസിഡൻഷ്യൽ റഫറൻസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നതുകൂടി പരാമർശിക്കേണ്ടി വരുന്നുണ്ട്. സമയപരിധി നിശ്ചയിക്കാത്തത് ഗവർണറുടെയും അതോടൊപ്പം തന്നെ പ്രസിഡന്റിൻ്റെയും അധികാരങ്ങളിലേക്ക് കൈകടത്തില്ല എന്ന തരത്തിലുള്ള സുപ്രീം കോടതി ഇടപെടൽ കൂടി ഒരുപക്ഷെ ഈ പറച്ചിലിന് കാരണമായി തീരുന്നുണ്ട്. ഗവർണർക്ക് വരെ സുപ്രീം കോടതി, രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ വരെ, പരമോന്നത കോടതി വരെ വെല്ലുവിളിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് വരികയും ചെയ്യുന്നു. തീർച്ചയായും നേരത്തെയുള്ള മുൻ നിലപാടുകളും നേരത്തെയുള്ള സമീപനങ്ങളും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ഗവർണർ പദവിയിൽ ഇരുന്നുകൊണ്ട് ഗവർണർമാർ എന്താണ് ചെയ്തത്, ആ സംസ്ഥാനത്ത് ഭരണസംഭരം ഉണ്ടാക്കുക, യൂണിവേഴ്സിറ്റികളുടെ സർവകലാശാലകളുടെ സ്വയംഭരണാവകാശത്തിൽ ഇടപെടുക, ഇക്കാര്യത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുക, എന്ത് തരത്തിലായിരുന്നാലും കേന്ദ്ര സർക്കാരിന്റെ ഈ പറഞ്ഞ സംഘപരിവാർ ഇടപെടൽ കേരളത്തിലെ സർവകലാശാലകളിൽ അനധികൃതമായി കടന്നു കയറാനുള്ള ഈ സംഘപരിവാർ ശക്തികളുടെ നീക്കത്തിനുള്ള ശ്രമമാണ് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്നതാണ് ഇടത് സർക്കാരിന്റെ രാഷ്ട്രീയപരമായ വിമർശനം. കേന്ദ്രത്തിലെ സമീപനത്തെ സംബന്ധിച്ച് കേരളത്തിലൊഴിച്ച് കോൺഗ്രസിന്റെ നിലപാട് അത് തന്നെയാണ്. പക്ഷെ അത് പൂർണ്ണമായി ഇപ്പോൾ തെളിയിക്കപ്പെടുന്നതാണ് ഈ ഗവർണറുടെ ഈ ഇടപെടൽ. കാരണം ഗവർണർ ഏതറ്റം വരെ പോവും, അവരുടെ രാഷ്ട്രീയ അധികാരം ഒരുപക്ഷെ ഈ ഗവർണർ പറഞ്ഞിരിക്കുന്നത് യഥോ ധർമ്മസ്തോ ജയ എന്നാണ്. പക്ഷേ സംസ്ഥാനത്തെ ജനങ്ങൾക്കറിയാം, നിയമസഭയ്ക്കറിയാം ഇത് അധർമ്മമാണ് ഈ ചാൻസലർ കൂടിയായ ഗവർണർ കാണിക്കുന്നതെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നിയമത്തിന്റെ മുന്നിലേക്ക് പോകേണ്ടി വന്നത്. തീർച്ചയായും അത് തന്നെയാണ്. ഈ നിയമപരമായ നടപടിക്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴും അതും ആത്യന്തികമായി സംസ്ഥാനത്തിന്റെ ഗവർണർ അംഗീകരിക്കുന്നില്ല. ഗവർണർ ഒരു ഭരണഘടനാ പദവിയാണ്. സർക്കാർ ഈ സംഘം ശുപാർശ ചെയ്താൽ അത് സംബന്ധിച്ച ഉത്തരവ് അംഗീകരിക്കുക എന്നതാണ് ഗവർണറുടെ ആത്യന്തികമായ ചുമതല. അത് നിർവഹിക്കുന്നില്ല. മാത്രമല്ല അതിൽ ഏകപക്ഷീയമായ നടപടികളുമായി ഗവർണർ മുന്നോട്ട് പോകുന്നു, സർക്കാർ അതിനെ എതിർക്കുന്നു. അവസാനം ഇത് സമവായമെന്ന കോടതിയുടെ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ കോടതി നിലപാട് പൂർണ്ണമായി സർക്കാർ അംഗീകരിക്കുന്നുമുണ്ട്. അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സംസ്ഥാനത്തെ നിയമമന്ത്രിയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അത് പറഞ്ഞതാണ്. അതിനുശേഷവും ഗവർണർ കോടതിയെ വെല്ലുവിളിക്കുന്നു. മറ്റൊരു ഭരണഘടനാ പദവിയിലുള്ള ഒരാളാണ് ഇത്തരത്തിൽ സമീപനം സ്വീകരിച്ചാൽ രാജ്യം ഭരിക്കുന്ന BJP ഏത് തരത്തിലായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുക? ഗവർണർ പദവിയിൽ ഇരുന്ന് ഗവർണർ തന്നെ കോടതിയുടെ വിധി ശരിയല്ല എന്ന് പറയുന്നു. അതിലാണ് അല്പം മുമ്പ് സിജു ഉദ്ധരിച്ച ഗവർണർ തന്നെ പറഞ്ഞ യഥോ ധർമ്മ തഥോ ജയ എന്ന ഭാഗത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ഇതാണ് കോടതി. ഇത് ഗവർണർ തന്നെ കോടതി ഉത്തരവ് ധിക്കരിക്കുന്നത് മാത്രമല്ല, ഗവർണർക്ക് അനുകൂലമായ വിധിയാണ് കോടതി നടത്തേണ്ടതെന്ന് അങ്ങോട്ട് ഗവർണർ നിർദ്ദേശം നൽകുകയാണ്, ഗവർണർ ഓർഡർ നൽകുകയാണ്. ഇത് സ്വാഭാവികമായും നേരത്തെ തന്നെ സർക്കാർ പല ഘട്ടങ്ങളിൽ ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണം പൂർണ്ണമായി ശരിവെക്കുന്നതാണ്. അത് തെളിയിക്കുന്നതാണ് ഗവർണറുടെ ഇന്നത്തെ പരാമർശം എന്ന് തന്നെ കരുതേണ്ടി വരും. സിജു.